ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലീന റോയ് ഫ്രം LR ബൊട്ടിക് കൊമ്പടിഞ്ഞാമക്കൽ. ഇന്ന് നമുക്ക് വീണ്ടും കുറച്ച് ബാഗുകളുടെ കളക്ഷനുകൾ കാണാം. ഇന്ന് ശരിക്കും പറഞ്ഞ ഞാൻ ബാഗുകളുടെ വീഡിയോ ഇടാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ കുറച്ച് നല്ല ഭംഗിയുള്ള ബാഗുകൾ കണ്ടപ്പോൾ അത് എത്രയും പെട്ടെന്ന് നിങ്ങളെ കാണിക്കണം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ബാഗിന്റെ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുകൊടുക്കാം. ഫസ്റ്റ് വരുന്ന ബാഗ് ഇതാ, നമുക്ക് ഇതിന്റെ ഈ പിടിക്കുന്ന ഹാൻഡിൽ കണ്ടോ, ഇതുപോലെയാണ് കേട്ടോ. ഇതാ ഇങ്ങനെയാണ്. ഇത് നമുക്ക് ഇങ്ങനെ ഒരു കുട്ടി ബാഗ് പോലെയും പിടിക്കാം. അതല്ലാത്തവർക്ക് ഇതാ സ്ലിംഗ് ഉണ്ട്. സ്ലിങ്ങിനൊക്കെ നല്ല നീളമുള്ള സ്ലിംഗ് ആണ് കേട്ടോ. സ്ലിംഗ് ബാഗ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. സ്ലിംഗ് വേണ്ടാത്തവർക്ക് ഇങ്ങനെ കുട്ടി ബാഗ് ആയിട്ട് ഉപയോഗിക്കാം. ഇത് നല്ലൊരു മൗ കളറ് ഒക്കെയാണ് ഇത് വരുന്നത്. ഇതിൽ രണ്ട് കള്ളിയാണ്. ഇതിന്റെ ഉള്ളിൽ ഇതാ ഇങ്ങനെ ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട്, ഇങ്ങനെ ഒരു കമ്പാർട്ട്മെന്റ് ഉണ്ട്. പിന്നെ ഇതിന്റെ ഉള്ളില് ഇവിടെ ഇല്ല, സൈഡിലൊന്നുമില്ല. ഇങ്ങനെ രണ്ട് കമ്പാർട്ട്മെന്റ് ആണ് ഇതിനുള്ളത്. നല്ല ഇതൊക്കെ പിടിക്കുമ്പോഴും എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബാഗാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 400 രൂപ, 400. ഇതില് ഇനി വരുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത് ഇതാ നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡ്. പിന്നെ വരുന്നത് ഒരു ബ്ലൂ ഗ്രേ കളറാണ്. പിന്നെ വരുന്നത് പിന്നത്തെ ഒരു കളർ എന്ന് പറയുന്നത് ഒരു ഗ്രേ ഷെയ്ഡ്. ഇങ്ങനെ 4 ഷെയ്ഡാണ് ഈ ബാഗിൽ വരുന്നത്. ഇതിന്റെ എല്ലാം പ്രൈസ് വരുന്നത് 400 രൂപ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇങ്ങനത്തെ ഒരു ബാഗ് കാണിച്ചായിരുന്നു. ആ ബാഗില് ഈ ക്രീം കളർ താഴെയും ഓറഞ്ച് കളർ മുകളിലും ആയിരുന്നു. എന്നിട്ട് ഇതിന്റെ മുകളിലൊക്കെ നല്ല ഭംഗിയാണ്. നിറച്ച് ഇങ്ങനെ ഒരു ഫ്രില്ല് പോലെ ഇതാ ഇതുപോലെയാണ്. ഇതിന്റെ സെന്ററിൽ ഈ സിബ് തുറന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ സിംഗിൾ കള്ളിയാണ്. നല്ലോണം നമുക്ക് സാധനങ്ങൾ ഇതിൽ കൊള്ളും. ഒരു യാത്ര പോകണമെങ്കിലോ ഒരു ആസ്പത്രിയിലൊക്കെ ഒരു 2 ദിവസം നിൽക്കണോ, അല്ലെങ്കിൽ ഒരു 2 ദിവസത്തെ ട്രിപ്പൊക്കെ പോകണമെങ്കിൽ ഇതിലിതാ നല്ല വിസ്താരമുള്ളതാണ്. ഇതിന്റെ അടിവശം കണ്ടോ, സൈഡൊക്കെ ഇത്രയ്ക്കും വീതിയുള്ള ബാഗാണ്. ഇതില് താഴ്വശത്ത് വന്നിരിക്കുന്നത് ഇതുപോലെ ഒരു ഫ്ലവർ, മുകളിലേക്കാണ് ഇതുപോലെ ക്രീം കളറ് മുകളിലേക്ക് വന്നിട്ട് ഇതുപോലെ ഇവിടെ നിറച്ച് ഫ്രില്ലാണ്. ഇതാണ് ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 875, 875. ഇനി അടുത്തത് ഇതാ ഇതിന്റെ തന്നെ, ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച മോഡലിലുള്ള ബാഗാണ്. താഴെ ക്രീം, മുകളില് ഓറഞ്ച്. അത് ഞാനൊരു ബാഗ് ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ക്രീം കളറും ചോക്ലേറ്റ് ഷെയ്ഡും. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാത്തൊരു ഷെയ്ഡാണ് ക്രീം ഷെയ്ഡും ഈ പിങ്ക് ഷെയ്ഡും. അപ്പൊ ഇത്രയും ഷെയ്ഡുകളാണ്. ഒരെണ്ണം മാത്രമാണ് താഴെ കളറ് മുകളില് ക്രീം. ബാക്കിയുള്ളതൊക്കെ താഴ്ഭാഗത്ത് ക്രീം കളറും മുകളിലേക്ക് വരുമ്പോൾ ഇങ്ങനത്തെ ഷെയ്ഡുമാണ്. നല്ല ഭംഗിയുള്ള ബാഗുകളാണ്. ഇതിലൊക്കെ നമുക്ക് നല്ലതുപോലെ സാധനങ്ങൾ കൊള്ളുന്ന ബാഗാണ്. അപ്പൊ ഇതിന്റെയൊക്കെ റേറ്റ് വരുന്നത് 875, 875. ഇത് സിംഗിൾ പീസ് ആയിട്ടുള്ള ഒരു ബാഗാണ് കേട്ടോ. ഇത് നല്ല ജെറ്റ് ബ്ലാക്കിൽ വരുന്ന ബാഗ്. ഇതാ ഇതുപോലെ 2 പിടുത്താണ് ഇതില്. ഇത് നല്ലൊരു റോയൽ ലുക്ക് തരുന്ന, നല്ലൊരു സ്റ്റാൻഡേർഡ് ലുക്ക് തരുന്ന ഒരു ബാഗാണ്. ഫ്രണ്ട് സൈഡിൽ വരുന്നത് ഇങ്ങനെയാണ്. ഇതൊക്കെ ജൂട്ടിന്റെ മെറ്റീരിയൽ ആണ്. ഒരു പീച്ച് എന്ന ലൈറ്റ് പീച്ച് അല്ല, ഇച്ചിരി ഡാർക്ക് പീച്ചും ബ്ലാക്കും കൂടിയുള്ള ഒരു ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ള നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു ബാഗാണ്. ഇതിനെങ്ങനെയാന്ന് വെച്ചാൽ ഇതാ 3 അറകളുണ്ട്. ഇതാ ഇവിടെ ഒരെണ്ണം, ഇതൊരറ, ഇത് സെന്ററില്, പിന്നെ ഇതാ ഇപ്പുറത്തെ ഒരറ. ഇങ്ങനെ 3 അറകളുണ്ട് ഇതില്. അതുപോലെ ഇതാ പുറത്ത് ബാക്ക് സൈഡില് ഇതുപോലെ ഒരു കള്ളിയും ഇവിടെയുണ്ട്. ഇത് ഈ പേപ്പറുകളൊക്കെ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇതിൽ നമുക്ക് എല്ലാവരും ചോദിക്കുന്നത് പോലെ വെള്ളം കുപ്പിയും പിന്നെന്താ എല്ലാ സാധനങ്ങളും നമുക്ക് ഇതിൽ വെക്കാൻ പറ്റും. നല്ല സ്പേഷ്യസ് ആണ്, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബാഗാണ്. ഒരു റോയൽ ലുക്ക് തരുന്ന ഒരു ബാഗാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 1140, 1140. നെക്സ്റ്റ് ബാഗ് വരുന്നത് ഇതാ ഒരു നേവി ബ്ലൂ ഷെയ്ഡിൽ വരുന്ന ഒരു ബാഗാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് റെക്സിനിലുള്ള ബാഗാണ്. പക്ഷെ നോക്ക് അത്രയും സോഫ്റ്റ് ആണ്. നല്ല ബാഗാണ്. ഇതിന്റെ ഡിസൈൻ നല്ല ഡിസൈനാണ്. അതുപോലെ തന്നെ നല്ല കംഫർട്ടബിൾ ആണ് ഇത് ഉപയോഗിക്കാൻ. ഇതാ ഇതിനും മുമ്പത്തെ ബാഗിനെ കാണിച്ചതുപോലെ തന്നെ സൈഡില് ഒരെണ്ണം, ഒരു അറയുണ്ട്. പിന്നെ ഇതാ സെന്ററിൽ ഒരു അറ. ഇതൊക്കെ നല്ല വിസ്താരമുള്ളതാണ്. ഇതിന്റെ ഉള്ളിൽ വീണ്ടും പോക്കറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇതാ സൈഡില് ഇപ്പുറത്ത് വീണ്ടും. ഇങ്ങനെ 3 അറയാണ് ഈ ബാഗുകൾക്ക്. നമുക്ക് ഓഫീസ് ജോലിക്കാർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ബാഗാണ്. പിന്നെ ഇതിന്റെ വാറ് കണ്ടോ, വാറ് ഇങ്ങനെയാണ് ഇതിന്റെ വാറ് വരുന്നത്. ഇതിന്റെ റേറ്റ് വരുന്നത് 625, 625. ഇതില് വരുന്ന ഇതൊക്കെ ഒരു ബ്ലൂ ഷെയ്ഡ്.
ഇതിന്റെ വേറൊരു ഷെയ്ഡ് വരുന്നത് ഇതാ ഒരു ബ്രൗൺ ഷെയ്ഡ്, ടാൻ ബ്രൗൺ കളറ്, പിന്നത്തത് ഷെയ്ഡ് വരുന്നത് കോഫി കളറ്. ഇങ്ങനെ 3 ഷെയ്ഡാണ്. ഇതിൽ നല്ലോണം സാധനങ്ങളൊക്കെ കൊള്ളും. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ബാഗാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 625, 625. നെക്സ്റ്റ് ബാഗ് എന്ന് പറയുന്നത് ഇതാ ഒരു നല്ലൊരു ബീജ് ഷെയ്ഡ്. അതിന്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഇതാ ഇതുപോലെ ഇങ്ങനെ കുഞ്ഞു 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 ഞൊറി പോലെ ഇങ്ങനെ വന്നിരിക്കുന്ന ഒരു ബാഗാണ്. ഇതിന്റെ ഷേപ്പ് ഇങ്ങനെയാണ്. ഇതിന് ഫ്രണ്ടും ബാക്കും ഇതുപോലെ തന്നെയാണ്. ഫ്രണ്ടിലോ ബാക്കിലോ വേറെ സിബുകളോ ഒന്നുമില്ല. അതുപോലെ ഇതിന്റെ ഉള്ളില് 2 കള്ളിയാണ്. ഇതാ ഇതൊരു കള്ളി, അതുകൂടാതെ ഇതാ ഇതൊരു കള്ളി. ഇങ്ങനെ 2 കള്ളികളാണ് ഇതിലുള്ളത്. ഇതിന്റെ ഉള്ളിലായിട്ട് വേറൊരു പോക്കറ്റ് കൂടി ഉണ്ട് കേട്ടാ. ഇതില് നമുക്ക് വെള്ളം കുപ്പിയൊക്കെ ഇടാൻ പറ്റും. വെള്ളം കുപ്പി, കൊട ഇതൊക്കെ വെക്കാൻ പറ്റുന്ന ബാഗാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 680, 680. ഇതും റെക്സിനിൽ വരുന്ന ബാഗ് തന്നെയാണെങ്കിലും ഇതൊക്കെ നല്ല കൂടിയ റെക്സിനിൽ വന്നിരിക്കുന്ന ബാഗുകളാണ്. അപ്പൊ ഇതിന്റെ വേറെ ഷെയ്ഡ് ഒരെണ്ണം വന്നിരിക്കുന്നത് ഗ്രേ ഷെയ്ഡാണ്. വേറൊരു ഷെയ്ഡ് ഇതാ മെറൂൺ കളറ്, ഇത് ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ്. എന്താണ് വിഷയം എന്ന് വെച്ചാൽ ഇതെല്ലാം സിംഗിൾ പീസുകളാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ എല്ലാ റേറ്റ് വരുന്നത് 680. ഇത് ഞാൻ ഒരു 3-4 വീഡിയോ മുമ്പാന്ന് തോന്നുന്നു ഇങ്ങനത്തെ ഒരു ബാഗ് കാണിച്ചായിരുന്നു. അന്ന് അതിന്റെ കോഫി ബ്രൗണും ഒരു ബീജ് ഷെയ്ഡും മാത്രമായിരുന്നു വന്നിരുന്നത്. ഇന്നിപ്പോ വന്നിരിക്കുന്നത് വേറെ കുറച്ച് ഷെയ്ഡുകൾ വന്നിട്ടുണ്ട്. പക്ഷെ ഇതെല്ലാം സിംഗിൾ ബാഗുകളാണ്. എല്ലാത്തിലും ഒരു കളറ് ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഇപ്പൊ ഫസ്റ്റ് കാണുന്നത് ഒരു ലാവൻഡറിന്റെ ലൈറ്റ് ഷെയ്ഡാണ്. ഇതില് ഫ്രണ്ട് സൈഡ് വരുന്നത് ഇതുപോലെ, ബാക്ക് സൈഡ് ഇതാ ഇങ്ങനെ ഇവിടെ ഒരു അറയുണ്ട്. പിന്നെ സെന്ററിൽ 3 കമ്പാർട്ട്മെന്റ് ആണ് സെന്ററിലുള്ളത് കണ്ടോ. ഇത് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബാഗാണ്. ഇത് നമുക്ക് ഓഫീസ് യൂസിനൊക്കെ പറ്റുന്ന ബാഗാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 690, 690. ഇതിൽ തന്നെ ഇനി വന്നിരിക്കുന്ന കളറാണ് ഇതാ ഒരു പിങ്ക് ഷെയ്ഡ്. പിന്നെ വന്നിരിക്കുന്നത് ഒരു ഡസ്റ്റി ഗ്രീനിന്റെ ഒരു ടിന്റ് ഇതിൽ ഉണ്ട് എന്ന് മാത്രം. ഒരു വെരി വെരി ഡസ്റ്റി ഗ്രീൻ ആണ്. അടുത്തത് വരുന്നത് ഒരു കൗഡൻ ഗ്രീൻ ആണ്. നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ്. പിന്നെ വരുന്നത് ഒരു ടാൻ ബ്രൗൺ ആണ്. ഇത്രയും ഷെയ്ഡുകളാണ് ഇതിലുള്ളത്. പക്ഷെ ഇതെല്ലാം ഓരോ സിംഗിൾ പീസുകൾ മാത്രമാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 690, 690. ഇത് ഒരു കോസ്മെറ്റിക് ബോക്സ് ആണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയില് ഇതിന്റെ ഇതുപോലെ തന്നെ ബ്ലാക്ക് കളറ്, ഇവിടെ മാത്രം ഒരു ബീച്ച് കളറായിരുന്നു. ഇപ്പൊ വന്നിരിക്കുന്നതിൽ ഇങ്ങനെയുള്ള ഒരു ഡിസൈൻ ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളില് വീണ്ടും ഇതിന്റെ തന്നെ ഒരു ചെറിയ ബാഗ് കൂടി ഉണ്ട് കണ്ടോ. ഇങ്ങനെ ഇത് ഒരെണ്ണം വാങ്ങിച്ചാൽ ഇങ്ങനെ 2 ബാഗ് നമുക്ക് കിട്ടും. ഇതിന്റെ റേറ്റ് വരുന്നത് 350. ബാഗ് വരുന്നത് റെക്സിനിൽ വന്നിരിക്കുന്ന ഒരു ബാഗാണ്. ഇതൊരു ഗ്രേ ഷെയ്ഡില് ഇതുപോലെ ഉള്ളൊരു എംബ്രോയിഡറി വർക്കാണ്. ബാഗിന്റെ ബോഡി മുഴുവൻ ഗ്രേ ഷെയ്ഡ്. ഇതിന്റെ വാറ് വന്നിരിക്കുന്നത് ഇതുപോലത്തെ ടാൻ ബ്രൗൺ ഷെയ്ഡാണ്. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ഇവിടെ ഒരു അറയുണ്ട്. പിന്നെ ഇതിന് സെന്ററിൽ തുറക്കുമ്പോൾ 2 സിബാണ് ഇതിലുള്ളത് കേട്ടോ. ഇത് നമുക്ക് നല്ലതുപോലെ കൊടയും വെള്ളത്തിന്റെ കുപ്പികളും പുസ്തകങ്ങള് എല്ലാം വെക്കാം. കോളേജിൽ പോകുന്ന കുട്ടികൾക്കും ഇത് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള ബാഗാണ്. ഇതിന്റെ റേറ്റ് വരുന്നത് 650. പിന്നെ ഇത് റെക്സിനിലുള്ള ബാഗാണെങ്കിലും ഇത് ഭയങ്കര സോഫ്റ്റ് ആണ്. നമുക്ക് ഇങ്ങനെ ഒടിക്കണമെങ്കിൽ ഇങ്ങനെ ഒടിക്കാം, ഇങ്ങനെ ഒടിക്കണമെങ്കിൽ ഇങ്ങനെ ഒടിക്കാം. അത്രയും സോഫ്റ്റ് ആണ്, അത്ര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു ബാഗാണ്. അപ്പൊ ഇതിൽ വരുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് കോഫി ബ്രൗണില് അതിലത്തെ എംബ്രോയിഡറി ഇങ്ങനെയാണ്. ഇതിന്റെ പിടുത്തം വരുന്നത് ഇതുപോലെ ടാൻ ബ്രൗൺ ഷെയ്ഡാണ്. പിന്നത്തെ വരുന്നത് ഒരു പീച്ചിഷ് പിങ്ക്, ഒരു പിങ്കും മവും ഒക്കെ കൂടി കലർന്ന ഒരു ഷെയ്ഡാണ്. അതിന്റെ ഫ്രണ്ട് സൈഡിൽ വരുന്നത് ഇതുപോലെയാണ് ഇതിന്റെ ഡിസൈൻ. അതിന്റെ വാറ് വരുന്നത് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാണ്. അപ്പൊ ഇങ്ങനെ 3 ഷെയ്ഡിലാണ് ഈ ബാഗുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ എല്ലാം റേറ്റ് വരുന്നത് 650, 650. അടുത്ത ബാഗ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് അല്ല, പീച്ച് അല്ല, അങ്ങനത്തെ ഒരു ഷെയ്ഡാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അതിൽ വന്നിരിക്കുന്ന ഡിസൈൻ കണ്ട ഇങ്ങനെ ഡയമണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അമ്മാതിരി ഇത് സോഫ്റ്റ് ആണ്. അത്രയും നല്ല ബാഗാണ്. ക്വാളിറ്റി അത്രയും കൂടിയ ബാഗാണ്. ഇതിന്റെ ഈ ബട്ടൺ ഇങ്ങനെ തുറന്നു കഴിഞ്ഞാല് ഇതില് ഒരു സെന്റർ കള്ളിയാണ്. ഇത് നമുക്ക് സ്ലിംഗ് ആയിട്ടും
ഇത് ഉപയോഗിക്കാൻ പറ്റും. ഇനി അത് സ്ലിങ് വേണ്ട എന്നുള്ളവർക്ക്, ചെറിയ സ്ലിങ് മതി, കയ്യിൽ പിടിക്കണം എന്നുള്ളവർക്ക് ഇടാൻ പറ്റുന്നതാണ് ഈ സ്ലിങ് കേട്ടോ. അങ്ങനെ 2 സ്ലിങ്ങാണ് ഇതിലുള്ളത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു ചെറിയ ഒരു പോക്കറ്റ് ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അത് കൂടാതെ ഈ സൈഡിലും ഒരു ചെറിയൊരു കള്ളിയുണ്ട്. ഇത് നല്ല ഭംഗിയുള്ളൊരു ബാഗാണ്. ഭംഗിയേക്കാൾ കൂടുതൽ നല്ല ക്വാളിറ്റി ഉള്ളൊരു ബാഗാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1280. ഇനി അതിൽ തന്നെ വന്നിരിക്കുന്ന വേറൊരു ഷെയ്ഡാണ്. ഇതൊരു ബ്ലൂവിൻ്റെ ഒരു ടിൻ്റാണ്, പിന്നെ ഒരു ബീജ് ഷെയ്ഡാണ്. ഇങ്ങനെ 3 ഷെയ്ഡിലാണ് ഈ ബാഗ് വന്നിരിക്കുന്നത്. സൂപ്പർ ബാഗുകളാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബാഗാണ്, നല്ല ഡിസൈനാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാം റേറ്റ് വരുന്നത് 1280, 1280. അപ്പോൾ ഇന്ന് ഈ കാണിച്ച ബാഗുകളിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പോസ്റ്റ് വഴിയോ കൊറിയർ വഴിയോ ഞങ്ങൾ അയച്ചു തരുന്നതായിരിക്കും. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ ആരെങ്കിലും കാണുന്നതെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്